നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലുള്ള ഒരു ഡൗട്ടായിരുന്നു. കുറേ പേര് കമൻസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും മാക്സിമം 1 മിനിറ്റ് വരെയുള്ള ഷോർട്സ് ആയിരുന്നു മുമ്പ് വരെ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷേ പിന്നീട് യൂട്യൂബ് ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരികയും ഷോർട്സിൻ്റെ ഡ്യൂറേഷൻ, അതായത് സമയപരിധി 3 മിനിറ്റ് വരെ ആയിട്ട് ദീർഘിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, പലരും ചോദിക്കുമായിരുന്നു, ഷോർട്ട് സെക്ഷനിൽ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ എന്ന്. അപ്പോൾ അടുത്തിടെ യൂട്യൂബ് പറഞ്ഞിരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഷോർട്സിൽ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അവിടെ തന്നെ നമ്മൾക്ക് 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സംവിധാനം പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് എന്തായാലും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സാധാരണ ലോങ് വീഡിയോസ് ചെയ്യുന്നത് പോലെ വീഡിയോസ് ചെയ്തിട്ട്, അത് 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ ലോങ് വീഡിയോസ് പോലെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് യൂട്യൂബ് വന്നിട്ട് ഷോർട്ട് വീഡിയോ കാറ്റഗറിയിലോട്ട് മാറ്റുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾക്ക് നേരിട്ട് തന്നെ ആ 3 മിനിറ്റ് ഷോർട്സ് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാം എന്നൊരു അപ്ഡേറ്റാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പലർക്കും തോന്നാവുന്ന ഒരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഷോർട്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിൽ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴിയാണ് മ്യൂസിക്കും എന്തെങ്കിലും ഒരു സൗണ്ട് നമ്മുടെ ഷോർട്സിന് ആഡ് ചെയ്യുന്നത്. ഈ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വഴിയാണ്. അപ്പോൾ സാധാരണ 1 മിനിറ്റ് വരെയുള്ള മ്യൂസിക് മാത്രമേ നമ്മൾക്ക് ഈ ആഡ് സൗണ്ട് എന്ന ഓപ്ഷൻ വഴി നമ്മളുടെ 3 മിനിറ്റ് ഷോർട്സ് ആയാലും ശരി, 1 മിനിറ്റ് വരെ മാത്രമുള്ള ഇതിൻ്റെ മ്യൂസിക്ക് നമ്മൾക്ക് ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുന്നുള്ളൂ. അപ്പോൾ 3 മിനിറ്റ് ദൈർഘ്യമുള്ള സോങ്സ് ഇല്ലെങ്കിൽ സൗണ്ട് ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇനിയും യൂട്യൂബ് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റി വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അടുത്തിടെ വന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് പല അപ്ഡേറ്റ്സും അറിയാറില്ല. അപ്പോൾ നമ്മളൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൽ അപ്പോൾ വരുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് വേണം മുമ്പോട്ട് പോകാനും അതനുസരിച്ചിട്ട് വേണം നമ്മൾ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുമായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിലിൽ എന്തെങ്കിലും യൂട്യൂബിൽ നിന്നും ഇൻഫർമേഷനൊക്കെ വന്നിട്ടുണ്ടോ, നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായാലും യൂട്യൂബ് അത് മെയിൽ വഴി നിങ്ങളെ അറിയിക്കാറാണ് പതിവ്. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങളുടെ മെയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുക. അപ്പോൾ ധാരാളം പേര് എപ്പോഴും പറയാറുള്ളത് പോലെ ചാനൽ കാണാറുണ്ട്, നല്ല രീതിയിൽ തന്നെ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പുതിയതായിട്ട് വന്നിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് തീർച്ചയായിട്ടും മറക്കാതെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും കഴിയുന്നതും കൺസിസ്റ്റൻ്റായിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ആവർത്തിച്ച് പറയാറുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വയർലെസ് മൈക്കിനെ കുറിച്ചിട്ട് കുറച്ച് പേര് സംശയം ചോദിച്ചിരുന്നു, എന്ത് മൈക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്, അത് ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ആദ്യത്തെ കമൻറ്റിൽ തന്നെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ അതിൽ ആ മൈക്കിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മൈക്ക്, ഒരു ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്ലാരിറ്റി വേണം ഓഡിയോ, അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം. നല്ല മൈക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഈ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അതിന് അത്ര ക്വാളിറ്റിയോ വോളിയമോ ഒന്നും കിട്ടാനുള്ള ചാൻസസ് ഇല്ല. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മോഡൽസ് ഫോൺസിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സാധാരണ എല്ലാവരും സ്റ്റാർട്ടിങ് സ്റ്റേജസിലൊക്കെയുള്ള സ്മാർട്ട് ഫോൺസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ചിട്ടും വേറൊരു എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്താലേ വോയിസിനൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ പല പ്രൈസ് റേഞ്ചിലുമുള്ള മൈക്ക്, വയേർഡ് ആയിട്ടുള്ളതും വയർലെസ് ആയിട്ടുള്ളതും ഒക്കെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബഡ്ജറ്റിന് എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ചിട്ട് നിങ്ങൾ ആമസോണിൽ പോയിട്ടുള്ള അതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നിങ്ങൾക്കിത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. തുടർന്നും മറക്കാതെ വീഡിയോസൊക്കെ
കാണുക, സപ്പോർട്ട് ചെയ്യുക. പലരും കമൻസ് നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കമൻസ് ചെയ്ത് എൻകറേജ്മെൻറ്റ് ചെയ്യാറുണ്ട്. തുടർന്നും ഇതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വേറെ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.